വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ. 45 ഉദ്യോഗാർത്ഥികൾക്കാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. സമരം ചെയ്യുന്നവരിൽ 3 പേർക്കാണ് ഇതിലൂടെ നിയമനം ലഭിച്ചത്. അതേസമയം നിയമനം ലഭിക്കാത്തവർ സമരം തുടരുകയാണ്. വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടെയാണ് റാങ്ക് പട്ടികയിലെ 45 ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. കേരള പോലീസ് അക്കാദമിയിൽ വിവിധ കാരണങ്ങളാൽ പലരും ഒഴിഞ്ഞുപോയതും മറ്റു ജോലികൾക്ക് പോയതുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവിന് കാരണമായത്. സമരം ചെയ്യുന്നവരിൽ വെറും 3 പേർക്കാണ് പുതിയ അഡ്വൈസിലൂടെ നിയമനം ലഭിച്ചത്. മറ്റുള്ളവർ പ്രതിഷേധം തുടരുകയാണ്. ഈ 45 പേർക്ക് അഡ്വൈസ് ആയി എന്ന് പറയുന്നതിൽ നമ്മുടെ സമരമുഖത്തുണ്ടായിരുന്ന 3 പേർക്ക് അഡ്വൈസ് ആയി. അവർ അഡ്വൈസ് ആകുമെന്ന് ഉറപ്പായപ്പോഴേ ഇവിടുന്ന് പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വേക്കൻസി റിപ്പോർട്ടായി പിന്നെ ഇവിടെ തുടരണ്ടാവില്ല. പക്ഷേ എന്നാലും പിന്നീടും ബാക്കിയുള്ളവർ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ 967 പേര് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ആകെ 273 ഫ്രഷ് വേക്കൻസി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് 64 NJD, അങ്ങനെയാണ് 337 വേക്കൻസി വന്നിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ പ്രതീകാത്മക കോലം കെട്ടിത്തൂക്കിയും ബാലറ്റ് പെട്ടി നിർമ്മിച്ചും പ്രതിഷേധം കടുപ്പിച്ചു. സമരം അവസാനിപ്പിക്കാൻ പല ദിശകളിൽ നിന്നും സമ്മർദ്ദം ഉള്ളതായും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. എന്നാൽ പ്രതിഷേധം ശക്തമാക്കുകയാണിവർ. ഞങ്ങൾക്ക് സമരം നിർത്താനുള്ള സമ്മർദ്ദം ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾ വിഷുവിന് പോലും ഇവിടെ കിടത്തിയിട്ടുണ്ട്. കഞ്ഞി കുടിച്ചിട്ടാണ് ഞങ്ങൾ വിഷു ആഘോഷിച്ചത്. അതുകൊണ്ട് സമരം എന്തായാലും ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. നാളെ ലിസ്റ്റ് അവസാനിക്കും. നാളെ എന്തായാലും നമുക്ക് സമരം നിർത്തിയേ പറ്റത്തുള്ളൂ. വലിയ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്. ഇവൻ ഇന്ന് വന്ന കുറേ വാർത്തകളായാലും ഇപ്പം 45 വേക്കൻസി അഡ്വൈസ് ആയി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 9-ാം തീയതി അഡ്വൈസ് ആയതാണ്. അത് ഓൾറെഡി മീഡിയാസിലൊക്കെ പോയിട്ടുള്ള കാര്യമാണ്. ഇന്നലെ അഡ്വൈസ് വന്നേ ഉള്ളൂ. അങ്ങനെ കുറേ പ്രഷർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സമരം നിർത്തില്ല. ഈ മാസം തുടക്കത്തിലാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 20-നാണ് 964 പേരുൾപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. 30% താഴെ മാത്രം പേർക്ക് നിയമനം നടത്തിയതാണ് പ്രതിഷേധം ശക്തമാകാൻ കാരണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.